നമസ്കാരം സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ്? സൺഡേ ആണ്. സൺഡേയിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കാറുണ്ട് സാധാരണഗതിയിൽ. ഒന്നുകിൽ കല്യാണം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷങ്ങൾ, ഹൗസ് വാമിങ്, ഒന്നുമല്ലെങ്കിൽ ഫാമിലിയായിട്ട് പുറമേക്ക് ഇറങ്ങുക തുടങ്ങിയ രീതിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ഈ ഒരു ഞായറാഴ്ച നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയുള്ള വാർത്തകളും നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റാഗിങ്ങിൻ്റെയോ മറ്റോ ഫലമായി മാനസികമായ സമ്മർദ്ദവും മറ്റും സഹിക്കാൻ പറ്റാതെ ഒരു ചെറിയ കുട്ടി ആത്മഹത്യ ചെയ്തതിനെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ വായിച്ചു. വേറൊരു നാൾ ഒരു സ്കൂൾ അധ്യാപകനെ അല്ലെ പ്രിൻസിപ്പലിനെ അറിയാത്ത ഒരു അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയുടെ കഥ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുകയും അത് മാപ്പ് പറയുകയും തിരിച്ചു വരികയൊക്കെ ചെയ്ത നല്ല കാര്യവും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആവുന്നത്? എന്തായിരിക്കും അതിന് കാരണം? നമ്മളുടെ വീട്ടിലുള്ള അന്തരീക്ഷത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിലുണ്ടാകുന്ന ഈ അപജയത്തെ ചെറുക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരസ്പര ബന്ധത്തിൽ മാതാപിതാക്കൾ കാണിക്കേണ്ടിരുന്ന ഒരു പ്രത്യേക ഉത്തരവാദിത്ത ബോധമുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കലും വിദ്യാർത്ഥികളായ കുഞ്ഞുങ്ങളായ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് മുന്നിൽ വെച്ച് കുറച്ചുകൂടി സ്നേഹപരമായ ഇടപെടലുകൾ നടത്തുന്നതും അവർക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അർത്ഥം ഫാമിലി എല്ലാവരും യെസ് സർ 3 bags ഫുൾ എന്നുള്ള രീതിയിൽ പെരുമാറണമെന്നല്ല. നിങ്ങൾ തർക്കിക്കുന്നത് സത്യസന്ധമായിട്ട് ആയിരിക്കണം. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കാണ് ആത്മാർത്ഥമായി വഴക്കടിക്കുവാനും അധികാരമുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമ്മൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ട സംഗതി റിയലായ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നവരാണ് പരസ്പരം. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത്രമേൽ അവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളുടെ കാര്യത്തിൽ ഇടപെടുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. നീ കുഞ്ഞാണ്, നീ മിണ്ടരുത് എന്നുള്ള രീതിയിൽ അവരോട് ഇടപെടുമ്പോൾ അവരൊറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം. വീട്ടിൽ നോക്കുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ തർക്കം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി തർക്കം, എല്ലാവരും അധികാരവും ശക്തിയും ഉപയോഗിച്ച് ഭീഷണി ഉപയോഗിച്ച് അനുസരിപ്പിക്കുന്ന രീതികൾ കാണുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും അതുപോലെ തന്നെ ഒരുപക്ഷെ സാമൂഹികമായിട്ട് ഇടപെടുന്ന മാധ്യമങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസും ഉണ്ടാവും. സിനിമ കണ്ടു, അതിലെ വയലൻസ്, ഇതൊക്കെ ശരിക്കും നടക്കുന്നതാണെന്നൊരു കുഞ്ഞു മനസ്സ് ആഗ്രഹിച്ചോ വിശ്വസിച്ചോ പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ജീവിതത്തിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൽ സമാധാനത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വില എന്താണെന്ന് നമ്മളുടെ കുരുന്നുകൾക്ക് ബോധ്യമാക്കി കൊടുക്കണം, അല്ലേ? അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. സോ ലെറ്റ് us try to help our young people to love each other, understand each other.